സംസ്ഥാനത്ത് ഉയർന്ന തിരമാലയ്ക്ക് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകുന്നു. കേരള തീരത്തും തെക്കൻ തമിഴ്നാട്ടിലും തിരമാല ഉയരും. അപകട സാധ്യതാ ഭാഗത്ത് നിന്ന് ജനങ്ങളെ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റാനും നിർദ്ദേശമുണ്ട്. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് പ്രശാന്ത് ശങ്കരമംഗലത്ത് ചേരുന്നു. പ്രശാന്ത്, ഈ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം പറയുന്നു ഇനിയും ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിന് സാധ്യതയുണ്ടെന്നാണ്. പ്രത്യേകിച്ച് ഈ തീരദേശവാസികൾ പലയിടത്തും പറയുന്നത് സുനാമിക്ക് സമാനമായ രീതിയിൽ തിരയടിച്ചു കയറുന്നു എന്നുള്ളത്. എന്തെല്ലാം മുൻകരുതൽ എടുക്കുന്നു എന്നുള്ളതാണ് അധികൃതരൊപ്പം തന്നെ അവിടെ തീരദേശവാസികളും. ലക്ഷ്മി, ഇന്ന് രാത്രി 11:30 വരെ ഉയർന്ന നിലവാരയ്ക്കും കടൽക്ഷോഭത്തിനും സാധ്യതയുണ്ടെന്നാണ് ഇപ്പോൾ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. അതായത് 0.5 മുതൽ 1.5 മീറ്റർ വരെ ഉയർന്ന തിരമാലയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് മുന്നറിയിപ്പ്. ഇത് കണക്കിലെടുത്തുകൊണ്ട് ഇത്തരത്തിലൊരു മുന്നറിയിപ്പിന്റെ കൂടി ഭാഗമായിട്ട് അപകട സാധ്യതകൾ കണക്കിലെടുത്തുകൊണ്ടുള്ള ഒരു തീരദേശ മേഖലകളടക്കം ഇതിന്റെ ഒരു മുന്നറിയിപ്പ് നൽകിയിട്ടുമുണ്ട്. അതായത് ഈ തീരത്ത് ഇറങ്ങുന്ന അടക്കമുള്ള സ്ഥലങ്ങളിലും അതുപോലെ തന്നെ അപകട സാധ്യതാ മേഖലകൾ അല്ലെങ്കിൽ കടൽക്ഷോഭം ഉണ്ടാകുന്ന ആ ഭീഷണി ഉയർത്തുന്ന സ്ഥലങ്ങൾ അടക്കമുള്ള സ്ഥലങ്ങളിൽ ഒരു ജാഗ്രതാ നിർദ്ദേശം നൽകണമെന്നൊരു നിർദ്ദേശവും ഈ ജില്ലാ ഭരണകൂടങ്ങൾക്കായിട്ട് ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതായത് അതാത് സ്ഥലങ്ങളിൽ ഇത്തരത്തിൽ അപകട സാധ്യതകൾ ഉണ്ടാകുന്നെങ്കിൽ അത് മുന്നിൽ കണ്ടുകൊണ്ട് ജനങ്ങളെ മാറ്റിപ്പാർപ്പിക്കേണ്ട സാഹചര്യം ഉണ്ടായാൽ അത്തരം നീക്കങ്ങളിലേക്ക് കടക്കണമെന്ന അടക്കമുള്ള നിർദ്ദേശവും ഇപ്പോൾ ഈ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ ഭാഗമായിട്ട് നൽകിയിട്ടുണ്ട്. മാത്രമല്ല, കൂടാതെ തന്നെ ഈ ഹാർബറുകളിലടക്കം ഈ വള്ളങ്ങൾ കൂട്ടിയിടിച്ചുകൊണ്ടുള്ള ഒരു അപകടം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ കെട്ടിയിട്ട് നിർത്തുകയും അതിന്മേൽ ഈ വള്ളങ്ങൾ കൂട്ടിയിടിച്ചുകൊണ്ടുള്ള അപകടങ്ങൾ ഉണ്ടാകാതിരിക്കുവാനുള്ള നിർദ്ദേശങ്ങളും നൽകിയിട്ടുണ്ട്. മാത്രമല്ല, കടലിൽ ഇറങ്ങുന്നതിനും നിർദ്ദേശമുണ്ട്. ഈ നിർദ്ദേശം ലംഘിച്ചുകൊണ്ട് കടലിൽ ഇറങ്ങാൻ പാടില്ല. അതുപോലെ തന്നെ സഞ്ചാരികൾക്കും വിനോദസഞ്ചാരികൾക്കും എല്ലാം ഇതുമായി ബന്ധപ്പെട്ടുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇത്തരത്തിൽ കടൽക്ഷോഭം ഉണ്ടാകുന്ന ഒരു സാഹചര്യം കണക്കിലെടുത്തുകൊണ്ട് അല്ലെങ്കിൽ ഉയർന്ന തിരമാല ഉണ്ടാകുന്ന ഒരു സാഹചര്യം കൂടി കണക്കിലെടുത്തുകൊണ്ട് ഇത്തരത്തിലുള്ള നിർദ്ദേശങ്ങൾ പാലിക്കണം എന്നടക്കമുള്ളൊരു നിർദ്ദേശവും ഈ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാക്കിയിട്ടുണ്ട്. അതായത് കഴിഞ്ഞ ഏതാനും മണിക്കൂറുകളായി തിരുവനന്തപുരത്തും അതുപോലെ തന്നെ സംസ്ഥാനത്തിന്റെ മറ്റു ഭാഗങ്ങളിലെല്ലാം ഈ കടൽ ഉൾവലിയുന്ന ഒരു പ്രതിഭാസം ഉണ്ടായിരുന്നു. അതിനുശേഷം ശക്തമായ തിരമാലകൾ ഉണ്ടാകുകയും കടൽ കരയിലേക്ക് കയറി വരുന്ന സാഹചര്യം ഒക്കെ ഉണ്ടാകുകയും ചെയ്യുന്നു. അതിൽ നിലനിൽക്കുകയും ചെയ്യുന്നു. ഇപ്പോഴും വർക്കല അടക്കമുള്ള അല്ലെങ്കിൽ തിരുവനന്തപുരത്ത് തന്നെ പൊഴിയൂർ അടക്കമുള്ള സ്ഥലങ്ങളിലെല്ലാം ഈ ഒരു പ്രതിഭാസം നിലനിൽക്കുകയും ഒക്കെ ചെയ്യുകയാണ്. ഇതുകൂടി കണക്കിലെടുത്തുകൊണ്ടാണ് ഇത്തരത്തിലൊരു നിർദ്ദേശം കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത്. ശരി, പ്രശാന്താണ് വിവരങ്ങൾ നൽകിയത്.